നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെ കേരള സ്റ്റോറി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു മുസ്ലിം വിവാഹം നടത്താൻ ശ്രമിച്ച എ റഹീമും ശിവൻകുട്ടിയും എം വി ഗോവിന്ദനും ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന രീതിയിൽ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയെ മുഴുവൻ ആഘോഷമാക്കുകയായിരുന്നു ഈ വിവാഹം. കുംഭമേളയ്ക്കെത്തിയ അവിടെ വെച്ച് ക്യാമറ കണ്ണുകൾ പതിഞ്ഞ വൈറൽ സുന്ദരി മൊണാലിസയും സോഷ്യൽ മീഡിയ വഴി മൊണാലിസയെ പരിചയപ്പെട്ട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഫർഹാൻ എന്ന് പറയുന്ന യുവാവും തമ്മിലുള്ള വിവാഹമാണ് ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയത്. ഈ ക്ഷേത്രത്തിൽ വെച്ച് ഈ വിവാഹം നടത്തിയെങ്കിലും വിവാഹം തന്നെ നൾ ആൻഡ് വോയിഡ് ആക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നന്നായി കേസ് നടത്തിയാൽ കോടതിയിലേക്ക് പോയാൽ വിവാഹം അസാധുവാകും. കാരണം പെൺകുട്ടി ഹിന്ദുവും പയ്യൻ മുസ്ലിമുമാണ്. വധൂവരന്മാർ രണ്ടുപേരും ഹിന്ദുക്കളാണെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞാൽ ഹിന്ദു മാരേജ് ആക്ടിന്റെ പരിധിയിൽപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം കഴിക്കേണ്ടത്. ഇവിടെ അത്തരത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. പോലീസ് സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു അതിന് തലേ ദിവസം എം പി രാജേഷുമായി പെൺകുട്ടി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന പെൺകുട്ടിയെ ചാടി പിടിച്ച് എല്ലാവരും ചേർന്ന് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വിവാഹം കഴിപ്പിക്കുന്നു. ക്ഷേത്ര ഭാരവാഹികളും അതിന് തയ്യാറായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും ഇവരുടെയൊക്കെ പേരിൽ കേസെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്കും പൂവാർ SHOയ്ക്കും ഒക്കെ പരാതി നൽകിയിട്ടുള്ളത്. അതായത് ഈ പെൺകുട്ടിയുടെ ജനന തീയതി നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു. ഏതായാലും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് അനുസരിച്ച് മൊണാലിസയുടെ 16ാം ജന്മദിനം ആഘോഷിച്ചത് 2025 ജനുവരി 21-നാണ്. ഈ പെൺകുട്ടി അന്ന് 16 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഈ പെൺകുട്ടി വൈറലാവുകയും ഈ പെൺകുട്ടിയെ പിന്നീട് പല ചടങ്ങുകളിലും ഒക്കെ വിളിക്കുകയും ഈ പെൺകുട്ടിക്ക് വലിയ ജനശ്രദ്ധ കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് മുതലാക്കിക്കൊണ്ട് ആ പെൺകുട്ടിയെ ഫർഹാൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ അത് മുതലാക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ആളാണ്. പെൺകുട്ടിക്ക് മറ്റു പരിചയങ്ങളൊന്നും തന്നെയില്ല. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ ക്രിമിനൽ കേസെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. പ്രായപൂർത്തിയാകാത്ത മൊണാലിസയുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചവർക്കെതിരെയും DGPക്കും പൂവാർ SHOയ്ക്കും ഇമെയിൽ വഴി പരാതി നൽകി എന്നാണ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറയുന്നത്. മന്ത്രി ശിവൻകുട്ടിക്കും MP ആയ A റഹീമും MLA കൂടിയായ എം വി ഗോവിന്ദനും കുട്ടിയുടെ ഭർത്താവ് വിവാഹം നടത്തിയ ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർക്കെതിരെ ശൈശവ വിവാഹ നിരോധന നിയമം പോക്സോ നിയമങ്ങൾ പ്രകാരം കേസെടുക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. മകൾക്ക് 18 വയസ്സ് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് മൊണാലിസയുടെ അമ്മയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കേരള സ്റ്റോറി നടത്താൻ പോയി ക്രിമിനൽ കേസിൽ പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ 3 പേർക്കും ഉള്ളത്. തീർച്ചയായും ഇത് വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കും. പെൺകുട്ടിയുടെ അച്ഛനെ കാണാനില്ല എന്നുള്ള വിവരം കൂടി വരുമ്പോൾ ഈ അച്ഛൻ ഗോവിന്ദന്റെ കസ്റ്റഡിയിലാണോ എന്ന സംശയം ഉണ്ടാകുന്നു. കാരണം ഗോവിന്ദനൊക്കെ വലിയ താല്പര്യമായിരുന്നു വിവാഹം നടത്താൻ. എം വി ഗോവിന്ദന്റെ ഒക്കെ താല്പര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് പെൺകുട്ടിയുടെ പിതാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ആ പിതാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ തന്നെ ഇത് സംശയാസ്പദമായ കാര്യമാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പിതാവിനെ കാണാനില്ല എന്നാണ് മൊണാലിസയുടെ അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടത്താൻ വേണ്ടി എവിടെയാണ് എം വി ഗോവിന്ദനും കൂട്ടരും മൊണാലിസയുടെ പിതാവിനെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് മൊണാലിസയുടെ പിതാവിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് മൊണാലിസയുടെ പിതാവിനെ കൊണ്ടുവരണം, കണ്ടെത്തേണ്ടതുണ്ട്. കേരളത്തിലെ പോലീസിന്റെ കസ്റ്റഡിയിലാണോ അതോ എം വി ഗോവിന്ദന്റെയും CPMന്റെയും കസ്റ്റഡിയിലാണോ മൊണാലിസയുടെ പിതാവുള്ളത് എന്ന സംശയം ന്യായമായും ചോദിക്കാവുന്ന സംശയം തന്നെയാണ്.